എല്ലാ ഹാജിമാർക്കും നീ ഇജാബത്ത് നൽകണേ അല്ല. എല്ലാ പ്രൈവറ്റ് ഗ്രൂപ്പുകളും റബ്ബേ മഅ്ദിനും മർക്കസും അതുപോലെ തന്നെ റബ്ബേ എല്ലാ ഹാജിമാര് അതുപോലെ തന്നെ സർക്കാർ ഹാജിമാര് ഏത് പ്രൈവറ്റ് ഹാജിമാർക്ക് നീ ഖൈറു ബറക്കത്ത് നൽകണേ അല്ല. നീ സ്വീകരിക്കണേ അല്ല. റബ്ബേ നീ തട്ടിക്കളയല്ല അല്ല. റബ്ബേ എല്ലാവരുടെയും ഹജ്ജ് നീ കബൂലാക്കണേ അല്ല. റാഹത്തോടെ സന്തോഷത്തോടെ നാട്ടിലെത്തിക്കണേ അല്ല. റബ്ബേ ഞങ്ങളെ ഹജ്ജ് വളണ്ടിയർമാർക്ക് വളണ്ടിയർമാർ എല്ലാ ഫതുഹും നീ നൽകണേ അല്ല. അവരെത്രയോ ആഗ്രഹിച്ചു വരാൻ കഴിയാത്ത ജമാമിലും യാതൊരു എല്ലാവർക്കും നീ ഖൈറു ബറക്കത്ത് നൽകണേ അല്ല. യാ അല്ലാഹ് സുൽത്താൻ മശൈഖുന കാന്തപുര ഉസ്താദ് മഹാനായ റഈസുൽ ഉലമ സയ്യിദ് ബാഫഖി തങ്ങൾ താജുൽ മുഹദ്ദിഖീൻ ശൈഖുനക്കോട്ട് സമസ്ത ഖലീമിയത്തിലും 40 മുശാവറം പർവ റബ്ബേ ഞങ്ങളുടെ ഉലമായിനെ നീ ഒന്നിപ്പിക്കണേ അല്ല. ഉലമായിനെ നീ ഒന്നിപ്പിക്കണേ അല്ല. റബ്ബേ എല്ലാ ഭിന്നിപ്പുകളും നീ എടുത്തു മാറ്റണേ അല്ല. എല്ലാ വീടുകളും കുടുംബങ്ങളും നീ ഒത്തൊരുമ നൽകണേ അല്ല. അകന്നു നിന്നവരെ നീ മാറ്റി അടുപ്പിച്ച് ഒന്നാക്കി കാണണേ അല്ല. ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ നീ ഒന്നിപ്പിക്കണേ അല്ല. അത് ഒന്നിപ്പിക്കണേ അല്ല. രണ്ടാക്കല്ല അല്ല. അതിന് ഞങ്ങളെ ഇതെന്താ അള്ളാനെ പേടിപ്പിക്കേ? അല്ല, നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഇതൊരു പ്രാർത്ഥനയാണ് എന്നോ ദുആ ആണ് എന്നോ? ഇനി പോലും പറഞ്ഞ പോലെ ഇസ്തിഗാസ അല്ലേ, അങ്ങനെയൊക്കെ പറയുമല്ലോ. ഇസ്തിഗാസയാണെങ്കിലും എന്താണെങ്കിലും ഇത് അള്ളാനെ പേടിപ്പിക്കുന്ന പോലെ. മക്കത്ത് ചെന്നാൽ അള്ളാഹുവിനോട്, മുക്കത്ത് വന്നാലോ ബദരീങ്ങളോട്. നമ്മൾ പലതവണ കാണിച്ചാണ്, ഒരിക്കൽ കൂടി കാണിക്കാം. അന്ന് പറഞ്ഞത് എന്താണ്? ബദരീങ്ങളെ, നിങ്ങളല്ലാതെ മറ്റാരുമില്ല എന്നെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച അല്ലെങ്കിൽ ഇസ്തിഗാസ ചെയ്ത ആളാണ് ഇപ്പൊ ഇവിടെ വന്നിട്ട് മക്കത്ത് വന്നിട്ട് അള്ളാഹിനോട് മാത്രം. ഇനി മുക്കത്തോ ഇനി അതല്ലെങ്കിൽ ഇവരുടെ വീടിന്റെ അവിടെയോ ഒക്കെ പോയി കഴിഞ്ഞാല് അവര് ബദരീങ്ങളെ വിളിച്ച് തേടൽ തുടങ്ങും. ഇത് തന്നെയല്ലേ മക്കയിലുണ്ടായിരുന്ന ആ ആളുകള് അവരും ചെയ്തിരുന്നത് അല്ലേ? അവര് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിനെ മാത്രമാക്കി വിളിച്ചു തേടും. അത് കഴിഞ്ഞ് അവരുടെ പ്രതിസന്ധിയൊക്കെ തീരുമ്പോ അവരെന്ത് ചെയ്യും? നേരെ മുക്കത്തെ ശൈഖിനെയും വിളിക്കും എന്നുള്ളത് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ആ ബദരീങ്ങളെ വിളിയും കൂടി ഒന്ന് കേൾക്കുക. ഇതിപ്പോ നിങ്ങൾ അള്ളാനെ മാത്രം വിളിക്കണത് കേട്ടില്ലേ? ഇനി ബദരീങ്ങളെ വിളി ഒന്ന് കേട്ടോ കാണി. ബദരീങ്ങളെ, നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്റെ കൈവിടല്ലേ. നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ബദരീങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ അതിലെ ഒന്നാമത്തെ ആള് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാല് അതിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടുന്നു. ബദറിന്റെ നേതാവ് ബദരീങ്ങൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവിടുത്തെ നേതാവ്. 313ഓളം വരുന്ന സ്വഹാബത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടെന്ന് ജീവിച്ചിരിപ്പുള്ള ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ സങ്കടത്തോടെ വിഷമത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരോട്? ഇലാ ഹദറത്തി നൂഹ് നബിയല്ല, ഇലാ ഹദറത്തി ഇല്യാസ് നബിയല്ല. ആരോടാ പ്രാർത്ഥിക്കുന്നത്? ആരുടെയെങ്കിലും ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടാണോ? ആ രാത്രിയിൽ സങ്കടത്തോടെ പറയാണ്, അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅദ്തനീ. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം, അല്ലാഹുവേ നീ വാഗ്ദാനം ചെയ്തത് ഞങ്ങൾക്ക് നൽകണം, പടച്ചോനെ ഞങ്ങളെ വിജയിപ്പിക്കണം. അല്ലാഹുമ്മ ഇന്നക ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബത മിൻ അഹ്ലിൽ ഇസ്ലാം. ഇസ്ലാമിന്റെ ഈ കൊച്ചു സംഘത്തെ നീ നശിപ്പിച്ചാൽ ഫലാ തുഅബദ ഫിൽ അർളി അബദാ. നിന്നെ ആരാധിക്കുന്ന ഒരാളും പിന്നെ ഭൂമിയിൽ ഉണ്ടാകൂല റബ്ബേ. അതുകൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണേ എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിച്ചവരാണ് ബദറിൻ. കേട്ടല്ലോ, ഇത് രണ്ടും കൂടിയും കാണിച്ചത് നമ്മൾ നേരത്തെ പലതവണ കേൾപ്പിച്ചതാണ്. ഇപ്പൊ വീണ്ടും ഒരിക്കൽ കൂടി ഇട്ടത്. ഇവർക്ക് അള്ളാഹിനെ വിളിക്കാൻ അറിയാം. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? പരലോകത്ത് വിജയം വേണോ? അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട്, അള്ളാഹുവിലേക്ക് മാത്രമായിക്കൊണ്ട് വിളിയും തേട്ടവും ദുആ ഒക്കെ ആക്കുക. എന്നാൽ അള്ളാഹുവിന് പുറമെ ഉള്ളവരെ വിളിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്നത് ഈ ലോകത്തുള്ള എന്തൊക്കെയോ ആണ്. അത് അവർ നേടുന്നുണ്ട്. അവര് സുഖത്തിന്റെ പരകോടിയിൽ നിന്നുകൊണ്ടാണ് അവരിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അല്ലാത്തവരെ വിളിക്കണം, തേടണം, പ്രാർത്ഥിക്കണം, അതുപോലെ തന്നെ ഇസ്തിഗാസ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന ആ ഒരു കാര്യത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഇവിടെ കാണിക്കുവാനുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് കുറെ സ്വലാത്തുകൾ ഇവരുണ്ടാക്കി വിട്ടിട്ടുണ്ടല്ലോ. അത് സംബന്ധമായിക്കൊണ്ട് ഹുസൈൻ സൽഫി പറയുന്ന ചെറിയൊരു ഭാഗമാണ് കാണിക്കാനുള്ളത്. കാര്യം റസൂലുള്ള അങ്ങനെ പറഞ്ഞിട്ടില്ല, എന്നെ കാണാൻ നിങ്ങള് സലാത്ത് ചൊല്ലിക്കോളി എന്നൊന്നും പറഞ്ഞിട്ടില്ല. റസൂലുള്ളാനെ കാണാന് അതിനത്ര അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ റസൂലുള്ളാനെ സ്വർഗത്ത് പോയിട്ടല്ലേ നമ്മൾ കാണേണ്ടത്. സ്വർഗത്ത് പോയിട്ട് ആ
പുണ്യഭൂമേനിയിലൊന്ന് വാരിപ്പുണരുവാനും ഒരു ചുംബനം നൽകുവാനും ഒക്കെ അല്ലേ? അതിനു വേണ്ടിയിട്ട് ഇവിടെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞ പോലെ ജീവിക്കല്ലേ വേണ്ടത്? ഇൻഷാ അല്ലാഹ് അത് കാരണം കൊണ്ട് കൂടിയാണ് ആ വീഡിയോ കാണിക്കുന്നത്. ഹുസൈൻ സൽഫിയുടെ സ്വലാത്ത് സംബന്ധമായിട്ടുള്ള വീഡിയോയിലേക്ക്. അവര് നാരിയ സലാത്ത് ഉണ്ടാക്കുന്നുണ്ട്, താജു സലാത്ത് ഉണ്ടാക്കുന്നുണ്ട്, കമാലിയ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ജൗഹറത്തുൽ കമാൽ പറഞ്ഞ സലാത്തുണ്ട്. എന്താണെന്നറിയോ? ആ സലാത്തൊക്കെ ചൊല്ലിയാലോ സാധാരണ സലാത്ത് ചൊല്ലിയാലുള്ള പോരിശയും കൂടി അല്ല. പിന്നെയോ വമൻ തലാ ജൗഹറത്തുൽ കമാലി സബ്അൻ യകൂനു സയ്യിദുൽ ഇർസാലി വൽ ഖുലഫാഉർ റാഷിദൂനൽ അർബഅ മദമ ദാകിറൻ ലഹാ ബർദു وذاك بالأرواح والذوات وليس للمنكر من نجاتي. എന്താ പറഞ്ഞറിയോ? അവരുണ്ടാക്കിയൊരു കമാലുണ്ട്, ജൗഹറത്തുൽ കമാൽ. ആ സലാത്ത് ഒരുത്തൻ ചൊല്ലിയാൽ എത്ര തവണ? 7 തവണ ചൊല്ലിയാൽ അള്ളാഹുവിന്റെ റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹും ഇവരൊക്കെ ആ മജ്ലിസിലേക്ക് ഇങ്ങോട്ട് കയറി വരും. എങ്ങനെ കയറി വരും? വദാക ബിൽ അർവാഹി വദ്ദവാതി. നബി തങ്ങളും ഈ 4 ഖലീഫമാരും തടിയോടെ അവരുടെ ജീവനോ നമ്മുടെ മജ്ലിസിലേക്ക് അങ്ങ് കയറി വരും. ഇത് നിഷേധിക്കുന്നവൻ വലൈസലിൽ മുൻകിരി മിൻ നജാതി. ഇത് നിഷേധിക്കുന്നവന് രക്ഷയില്ല. സലാത്തിന്റെ മജ്ലിസാ വരണേ. സലാത്തിന്റെ മജ്ലിസിന് നബിയും വരും, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ താലിബ് ഇവരൊക്കെ തടിയോടെ ആത്മാവോടുകൂടെ അങ്ങോട്ട് കയറി വരും എന്നാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. എന്താ ഇവർ വിശ്വസിക്കുന്നതയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സലാത്ത് ചെല്ലുന്ന മജ്ലിസിൽ അള്ളാഹുവിന്റെ റസൂല് കയറി വരും. എങ്ങനെ? നബി തങ്ങളുടെ ആത്മാവിനോടൊപ്പം, നബി തങ്ങളുടെ റൂഹിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടാകും. അവിടെ മാത്രല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ്വസ്ഥലത്തും ഹാജരുള്ളവനാണ്. കണ്ടോ, റസൂലിനെ കുറിച്ച് വിശ്വസിക്കാണ്. അള്ളാഹുവിന്റെ റസൂല് സർവ്വസ്ഥലത്തും സർവ്വകാലത്തുമുണ്ട്. ഏതുപോലെ നമ്മുടെ കൂടെ തന്നെ നബി തടിയോടുകൂടി റൂഹോടുകൂടി ഉണ്ട്. എന്നാ പിന്നെന്താ കാണാത്തത് എന്ന് ചോദിക്കുമ്പോ എന്താ പറയണേ? നമ്മുടെ സദസ്സിൽ മലക്കുകൾ ഉണ്ടല്ലോ, ആ മലക്കുകളെ നമുക്ക് കാണാൻ കഴിയാത്തതുപോലെ നമുക്ക് കാണാൻ കഴിയുന്നില്ലെന്നേയുള്ളൂ. കറാമത്തുള്ള കണ്ണുകൾക്ക് കാണാനും സാധിക്കും. കറാമത്തുള്ള കണ്ണുകൾക്ക് റസൂലുള്ളാഹിനെ കാണാനും സാധിക്കും. ഇപ്പോഴേ അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തിയെ പോലെയുള്ള പണ്ഡിതന്മാർ 70 തവണ റസൂലുള്ളാഹിനെ നേരിട്ട് ഉണർച്ചയിൽ കണ്ടിട്ട് മസ്അല കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ്. നബിയോടെ നോക്കണം, റസൂലുള്ളാഹിനെ സ്വപ്നത്തിലൊന്നുമല്ല, ഉണർച്ചയിൽ തന്നെ 70 തവണ, 70-ൽ പരം തവണ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് സുയൂത്തി ഇമാം പറഞ്ഞു എന്ന് ഇവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. നബിയുമായി മസ്അല ചർച്ച ചെയ്തു എന്ന് ഹദീസിൽ ഇവരെ എഴുതി വിട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞോ? അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂൽ മരിച്ചു എന്ന് കേട്ടപ്പോ എന്തിനാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വല്ലാതെ വിഷമിച്ചത്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കറാമത്തിന്റെ കണ്ണില്ലേ? ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ റസൂൽ മരിച്ചു എന്ന് കേട്ടപ്പോ എന്താ പറഞ്ഞു? വാളെടുത്ത് ചാടി, ഭാര്യനോട് ഞാൻ കൊല്ലും, വിഷമം സഹിക്കാഞ്ഞിട്ട് അല്ലേ? അങ്ങനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞല്ലോ, അള്ളാഹുവിനെ ആരെങ്കിലും ആരാധിക്കുന്നുവെങ്കിൽ അല്ല ജീവനോടെയുണ്ട്. മുഹമ്മദിനെ ആരെങ്കിലും ആരാധിച്ചിരുന്നുവെങ്കിൽ ആ മുഹമ്മദ് മരണപ്പെട്ടു പോയിരിക്കുന്നു. എന്തേ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രശ്നം? ഇനിയിപ്പോ നബിനെ കാണാൻ പറ്റൂല, ഒന്നും ചോദിക്കാൻ പറ്റൂല അല്ലേ? എന്തേ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെടുമ്പോ തന്നെ നബിനെ കണ്ടൂടെ? ഇന്ന് ബര സ്വലാത്ത് മജ്ലിസിലേക്ക് നബി ഇങ്ങനെ കയറി വന്ന് ഇരിക്കുന്നുണ്ട്, കാണുന്നുണ്ട് എങ്കിൽ പിന്നെ നമുക്കെന്താ പിന്നെ പ്രയാസം? അപ്പൊ സുഹൃത്തുക്കളെ, അങ്ങനെയൊന്നും സഹാബിമാര് പഠിപ്പിച്ചിട്ടില്ല. ഇതാണ് ഈ പറയുന്നത്. പിഴച്ച വിശ്വാസങ്ങളാണ് ഈ സമൂഹത്തിന്റെ മുമ്പാകെ പ്രചരിപ്പിക്കുന്നത്. മഹാന്മാരായ സഹാബിമാർ എന്തുമാത്രം പ്രയാസങ്ങൾ ഉണ്ടായി അവർക്ക്. ഓരോ മസ്അലകളിൽ തർക്കം വരുമ്പോ റസൂലുള്ളാഹിയുടെ ഖബറിൽ പോയിട്ട് നബിയെ, ഈ വിഷയത്തിൽ ഞങ്ങൾക്കൊരു പരിഹാരം പറഞ്ഞു തരണം എന്ന് നബിയോട് മസ്അല ചോദിച്ചോ? എന്നിട്ടാണ് എത്രയോ കാലങ്ങൾക്ക് ശേഷം ജീവിച്ച സുയൂത്തി ഇമാം 70-ലേറെ തവണ റസൂലുള്ളാഹിനെ ഈ ഭൂമിയിൽ വെച്ച് ഉണർച്ചയിൽ തന്നെ കണ്ട് മസ്അലകൾ ചോദിച്ചറിഞ്ഞു എന്ന് എഴുതിവിടുന്നത്. എവിടേക്കാണ് ഈ ജനങ്ങളെ കൊണ്ടുപോകുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആശയങ്ങളിൽ ഒതുങ്ങി നിന്നോ? നബിതങ്ങൾ പഠിപ്പിച്ച അഖീദയിൽ ഒതുങ്ങി നിന്നോളൂ. അതിലപ്പുറമുള്ള അഖീദകൾ കൊണ്ടുവരുമ്പോഴാണ് പ്രശ്നമാകുന്നത്.